ഇതാണ് നമ്മളെ ഗ്രൂമർ കം ട്രെയിനർ ബിന്നി. അപ്പൊ നമുക്ക് എന്ന് പറഞ്ഞാൽ ഗ്രൂമിങ്ങിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ വീട്ടിൽ ഗ്രൂം ചെയ്യുന്നതും ഇവിടെ ഗ്രൂമിങ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. കാരണം നമ്മൾ വീട്ടിൽ ഗ്രൂം ചെയ്യുമ്പോൾ നമ്മൾ ചെറിയൊരു ടൈമിങ്ങിലാണ് നമ്മൾ ഗ്രൂമിങ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്ര ഡീപ്പായിട്ട് അവരെ ക്ലീൻ ആക്കാനോ അല്ലെങ്കിൽ അവരെ ശ്രദ്ധിക്കാനോ നമുക്ക് പറ്റിയെന്ന് വരില്ല. പിന്നെ ഇവര് ഈ ബ്രീഡ്സ് അല്ല ഇപ്പൊ നമ്മുടെ വീട്ടിൽ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു ഇതല്ല ബ്രീഡ്സ് നമ്മുടെ കൺട്രിയിലുള്ള ബ്രീഡ് അല്ല, എല്ലാം പുറത്തുള്ള ബ്രീഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് നമ്മുടെ ക്ലൈമറ്റ് ആയിട്ട് യോജിച്ചു പോകാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഗ്രൂം ചെയ്യുമ്പോൾ ആണെങ്കിൽ ഇപ്പൊ ഇവരുടെ ഹെയർ ഫോൾ ആണ് മിക്ക വീട്ടിൽ കണ്ടുവരുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ ഡോഗിനെ വീട്ടിൽ വളർത്തുമ്പോൾ തന്നെ നമുക്ക് അതുവരെ ഹെയർ നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ട് മാറും. കാരണം വീടിനകത്ത് മൊത്തം ഹെയർ ആവും, പിന്നെ സ്മെല്ല് ഡേറ്റി സ്മെല്ലായിട്ട് വരിക. ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ ഗ്രൂമിങ്ങിന്റെ വലിയൊരു ഉപകാരം നമുക്ക് വരുന്നതിന്റെ മെയിൻ ഒരു റീസൺ. ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രൂമിംഗ് പാർലറിൽ വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഹാഫ് ആൻ അവർ നമ്മൾ കോംബ് ചെയ്തിട്ട് ഇവരുടെ ഡെത്ത് ഹെയർ മൊത്തം റിമൂവ് ചെയ്തെടുക്കും. അത് റിമൂവ് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നത്തെ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാൽ അടുത്ത നമ്മൾ സ്റ്റേജ് നമ്മൾ വരുന്നത് ഇവർക്ക് നമ്മൾ കോംബ് ചെയ്ത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ കട്ടിങ് ഹെയർ ഷോർട്ട് ചെയ്യണമെങ്കിൽ ഹെയർ ഷോർട്ട് ചെയ്തിട്ട് നമ്മൾ കട്ടിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവരെ വാഷിങ്ങിനായിട്ട് കൊണ്ടുപോകും. വാഷിങ്ങിനായിട്ട് കൊണ്ടുപോകുമ്പോൾ 3 ടൈപ്പ് വാഷിംഗ് ആണ് നമുക്ക് വരുന്നത്. അതിൽ 2 ടൈപ്പ് ഷാമ്പു വാഷ് ആണ് വരിക. പിന്നെ അതിനുശേഷം നമുക്ക് കണ്ടീഷണർ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് ഇവരുടെ ഹെയർ ഒക്കെ ഒന്ന് സോഫ്റ്റ് ആക്കും. കാരണം നാച്ചുറലി നമ്മൾ ഏത് ഷാമ്പു വാഷ് ചെയ്താലും കെമിക്കൽ വാഷ് ആണ്. അത് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് അവരുടെ ബോഡിയിൽ നാച്ചുറൽ ആയിട്ട് ഉണ്ടാവുന്ന ഒരു സോഫ്റ്റ്നെസ് ഉണ്ടായിരിക്കും, അത് നഷ്ടപ്പെടും. അതുകൊണ്ട് കൂടിയാണ് നമ്മൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ ഡ്രൈ ചെയ്തിട്ട് ഈ ഡെത്ത് ഹെയർ മൊത്തം വീണ്ടും റിമൂവ് ചെയ്ത് കട്ട് ചെയ്ത് ഫൈനലി ചെയ്യുക. അതിൽ നൈൽ കട്ടിങ്, ഇയർ ക്ലീനിങ് അതെല്ലാം ഇൻക്ലൂഡിങ് ആയിട്ട് വരുന്ന പാക്കേജിൽ വരുന്ന തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെ പെർഫ്യൂം നമ്മൾ ചെയ്യുന്നുണ്ട്. ആ പെർഫ്യൂം നമുക്കിപ്പോ ഒരു 1 വീക്കോളം നിൽക്കുന്ന ഒരു പെർഫ്യൂമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത്ര ദിവസം കൂടുമ്പോ നമ്മ ഒരു പെറ്റിനെ ഗ്രൂം ചെയ്യണം എന്നുള്ളൊരു കണക്കോ കാര്യം? അതെ ഉണ്ട്. ഇപ്പൊ ഡോക്ടേഴ്സ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മാസത്തിൽ 2 പ്രാവശ്യമാണ് ഗ്രൂം ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ 2 ആഴ്ച കൂടുന്ന സമയത്ത്. കാരണം നാച്ചുറലി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ബോഡിയിലുള്ള ഈ ഇത് പോവും, ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട്, നാച്ചുറലി പറഞ്ഞ ഒരു ഓയിൽ കണ്ടന്റ് ഉണ്ട്. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ 15 ദിവസം തന്നെ എടുക്കും അത് തിരിച്ചു വരാനായിട്ട്. അപ്പൊ ആ ഒരു പീരീഡ് വെച്ചിട്ടാണ് നമ്മൾ ഡെയിലി വാഷ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക വീടുകളും ചെയ്യാറുണ്ട്. പക്ഷെ അത്രയും നല്ലതല്ല. അവരുടെ ഹെയറിന്റെ ക്വാളിറ്റി നഷ്ടപ്പെടാനും മറ്റേ ഹെയർ കളർ മാറാനും ഒക്കെ പ്രശ്നം ഉണ്ടാകും. അപ്പൊ 2 ആഴ്ച കൂടുമ്പോ വാഷ് ചെയ്യണ്ട. അതിലിപ്പോ 1 മന്ത് നമുക്ക് ഗ്രൂമിംഗ് പാർലറിൽ ചെയ്ത് കഴിഞ്ഞാൽ അല്ല 1 മന്ത്ലി 1 ടൈം ഗ്രൂമിംഗ് പാർലറിൽ ചെയ്ത് കഴിഞ്ഞാൽ 1 ടൈം വീക്കിലി ഒരു വീക്ക് വീട്ടിൽ ചെയ്യാം.